അത് സുഹൃത്തുക്കളെ, ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. അതിനകത്ത് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണം, സ്പീക്കർക്ക് പരാതി നൽകി CPM. ഓക്കെ, ഞാനിവിടെ CPM എന്നുള്ളത് വെട്ടിയിട്ട് DK മുരളി എന്നാക്കുവാണ്. കാരണം CPM എന്ന് പറഞ്ഞാലോ കോൺഗ്രസ് എന്ന് പറഞ്ഞാലോ BJP എന്ന് പറഞ്ഞാലോ ഇതൊക്കെ ഒരു കൂട്ടായ്മയാണ്, ഒരു പ്രസ്ഥാനമാണ്, അല്ലാതെ ഒരു വ്യക്തി കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമല്ല. ഇതൊക്കെ ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഇവിടെ CPM എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാനതങ്ങ് വെട്ടുവാണ്. അത് മാറ്റിയിട്ട് DK മുരളി എന്നൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ വേണ്ടിയിട്ട് സ്പീക്കർക്ക്, വാമനപുരം MLA ആണ് ഈ DK മുരളി. ഈ വാമനപുരത്ത് കിടക്കുന്ന DK മുരളി പാലക്കാട് MLA ആയിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണമെന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം സ്വന്തം പാർട്ടിയിലെ തന്നെ പെണ്ണുപിടിയന്മാരായിട്ടുള്ള ഗണേശിനെയും മുകേഷിനെയുമാണ് പുറത്താക്കാനെ കൊണ്ട് സ്പീക്കർക്ക് ഈ DK മുരളി നോട്ടീസ് നൽകേണ്ടത്, പരാതി നൽകേണ്ടത് അല്ലേ? അപ്പം ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ഞാൻ CPM എന്നുള്ളൊരു CPM-നെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ BJP-യോ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇതൊക്കെ ഓരോ വ്യക്തികളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ഇപ്പം ഭരണപക്ഷത്ത് നിൽക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഈ രണ്ട് പാർട്ടിയിലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും കാണും, രാഹുലിനെ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ആളുകളും കാണും, രാഹുലിനെ തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളും കാണും. അതൊക്കെ ഓരോരോ വ്യക്തികളാണ്, വ്യക്തികളുടെ അജണ്ടയാണ്, അല്ലാതെ പാർട്ടിയുടെ അജണ്ട അല്ല. ഓരോ വ്യക്തികൾ എടുക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള ഒരു ദുഷിച്ച ചിന്താഗതി ഉണ്ടല്ലോ, അജണ്ട ഉണ്ടല്ലോ, അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഭരണപക്ഷത്തും ഉണ്ട്, പ്രതിപക്ഷത്തും ഉണ്ട്, രണ്ട് പാർട്ടിയിലും ഉണ്ട്. രാഹുലിനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, രാഹുൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, രണ്ട് പക്ഷത്തും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള CPM എന്ന് വെട്ടിയിട്ട് അതുകൊണ്ട് ഞാൻ DK മുരളി എന്നാക്കിയേക്കുവാണ്. അതുപോലെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പാലക്കാട് നിന്ന് ശക്തമായിട്ട് ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വരും എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ എല്ലാവരെയും അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ സ്പീക്കർക്ക് കൊടുത്തിട്ടുള്ള പരാതിയിൽ DK മുരളി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിയമസഭാ അംഗം പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും ഇവിടെ രാഹുൽ മാങ്കൂട്ടം പാലിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ്, MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ DK മുരളി സ്പീക്കർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഇരിക്കുന്ന, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിയമസഭയിൽ ഇരിക്കുന്ന ഏതെങ്കിലും മന്ത്രിമാരായിക്കോട്ടെ, ഏതെങ്കിലും MLA-മാരായിക്കോട്ടെ, ഈ ഇടതുപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും ഇന്നിരിക്കുന്ന ഈ നേതാക്കന്മാരെല്ലാം അത്രയ്ക്ക് പെർഫെക്റ്റ് ആണോ? ഇവരൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഒരു നിയമസഭാ അംഗം പാലിക്കേണ്ട സാമാന്യ മര്യാദ പാലിച്ച് 100% പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ഒരു നേതാവിനെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും നേതാവ് പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ? ഇന്ന് ഈ നിയമസഭയിൽ ഇരിക്കുന്ന ഓരോ കസേരയിൽ ഇരിക്കുന്ന ഓരോ നേതാക്കന്മാർ പെണ്ണുപിടിയന്മാരായിട്ടുള്ളതും സത്യസന്ധമായിട്ടുള്ള പെണ്ണുപിടിയന്മാരായിട്ടുള്ളതും ഈ പറഞ്ഞിട്ടുള്ള കള്ളന്മാരായിട്ടുള്ള ആളുകളും എത്രയോ ആൾക്കാർ ഇന്നും കസേരയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവർക്കെതിരെ ഒരു പരാതി ഈ DK മുരളി കൊടുക്കുന്നില്ല? സ്വന്തം പാർട്ടിയിലുള്ള ഈ മുകേഷിനെതിരെ എന്തോരം ആരോപണങ്ങളാണ്, സത്യസന്ധമായിട്ടുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് പോലും, ആ സമയത്ത് മുഖ്യമന്ത്രി പോലും പ്രതികരിച്ചില്ല സ്വന്തം പാർട്ടിയിലുള്ള. എന്തുകൊണ്ട് അതിനെതിരെ ഒരു നടപടിയെടുത്തില്ല? ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ല എന്ന് കോടതി വരെ വിധിച്ചിട്ട് പോലും, കോടതി വരെ വിധിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു കോടതി വിധി വന്നിട്ട് പോലും എന്തുകൊണ്ട് ആ കോടതി വിധിയെ മാനിക്കുന്നില്ല? എന്തായാലും ഫെബ്രുവരി 2-ന് പ്രിവിലേജ് കമ്മിറ്റി ഈ ഒരു പരിഗണനയിൽ വെക്കുമെന്നാണ് പറയുന്നത്. ഫെബ്രുവരി 2-ന് അറിയാം. ഇവിടെ സ്പീക്കർക്ക് അറിയാമല്ലോ, ഇവിടെ രാഹുലിനെതിരെ വരുന്ന കള്ളക്കഥകളും കള്ളക്കളികളും സ്പീക്കർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുമാത്രമല്ല, കോടതി രാഹുലിനെ വെറുതെ വിട്ടെന്ന് വെച്ചാൽ മൂന്നാമത്തെ പരാതിയിൽ ജാമ്യാപേക്ഷയിൽ ജാമ്യം പരിഗണിച്ചല്ലോ. ആ ജാമ്യാപേക്ഷയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം കോടതി പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ലെന്ന് കോടതി വിധിച്ചത് കൊണ്ട് മാത്രമാണ് രാഹുലിന് ജാമ്യം കിട്ടിയേക്കുന്നതെന്ന് സ്പീക്കർക്ക് വരെ അറിയാവുന്ന കാര്യങ്ങളാണ്. കോടതി എണ്ണിയല്ലേ ഓരോ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. കാരണം ഇതുവരെയും ഈ മൂന്നാമത്തെ പരാതിക്കാരിക്ക് രാഹുലിനെതിരെയുള്ള ഒരു തെളിവ് പോലും ഹാജരാക്കാൻ സാധിച്ചില്ല. പരാതിക്കാരി പോലും ഇവിടെ നേരിട്ട് ഇവിടെ കോടതിയിൽ ഹാജരായിട്ടില്ല. പരാതിക്കാരി പോലും എവിടെയും ഹാജരായിട്ടുമില്ല, എവിടെയും കണ്ടിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണെന്ന് പറയുന്നത്? ഓക്കെ, ഞാൻ ഇനി DK മുരളി പരാതി കൊടുത്തിട്ടുള്ള ആ ഒരു ന്യൂസിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ വെക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്പീക്കർക്ക് പരാതി നൽകി DK മുരളി MLA. അംഗങ്ങൾ പാലിക്കേണ്ട സാമാന്യ മര്യാദ ലംഘിച്ചെന്ന് കത്ത് സഭയിൽ ഉന്നയിക്കാൻ അവസരം വേണമെന്ന ആവശ്യം. വിശദാംശങ്ങൾ ദീപു രേവതി നൽകും. ദീപു, എന്തൊക്കെയാണ് DK മുരളി ആ കത്തിൽ ഉന്നയിക്കുന്നത്?
ജെയിംസ്, രാഹുലിനെ അയോഗ്യനാക്കണമെങ്കിൽ എത്തിക്സ് കമ്മിറ്റി തീരുമാനിക്കണം. അതിന് ഒരു പരാതി വേണമെന്ന കാര്യമാണ് പ്രത്യേകിച്ചും സ്പീക്കർ പറഞ്ഞത്. MLA-മാർ തന്നെ പരാതി നൽകണം. ഇപ്പോൾ വാമനത MLA DK മുരളിയാണ് സ്പീക്കർക്ക് കത്ത് നൽകിയത്. ഈ വിഷയം സഭയിൽ ഉന്നയിക്കണമെന്നും അവിടുന്ന് എത്തിക്സ് കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യുന്ന കത്താണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് സ്പീക്കർ തീരുമാനമെടുത്ത് സഭയിൽ ഉന്നയിക്കാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറും. പിന്നെ എത്തിക്സ് കമ്മിറ്റിയാണ് കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ശരി. ഓക്കെ, ഇവിടെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് DK മുരളി ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുള്ളത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇവിടെ കോടതി വരെ പറഞ്ഞിട്ടുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം ഇവിടെ കുറ്റക്കാരനല്ല, നിരപരാധിയാണെന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് വരെ തെളിഞ്ഞിരിക്കുകയാണ്. കോടതിക്ക് വരെ മനസ്സിലായ കാര്യമാണ് അല്ലേ? അതുമാത്രമല്ല, ഇവിടെ പരാതിക്കാരി നേരിട്ട് ഹാജരായിട്ടില്ല. അങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ടോ എന്ന് തന്നെ ഇതുവരെ ആർക്കും ഒരു അറിവ് പോലുമില്ല. പരാതിക്കാരി എവിടെ നേരിട്ട് ഹാജരായിട്ടില്ല. പോരാത്തതിന് വൈദ്യ പരിശോധനയ്ക്ക് പോലും ഇതുവരെയും വിധേയനായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നെ എന്തിൻ്റെ ഇതിലാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ രാജിവെക്കണമെങ്കിൽ സ്വന്തം പാർട്ടിയിലുള്ള എത്ര MLA-മാർ, എത്ര മന്ത്രിമാർ രാജിവെപ്പിക്കണം അല്ലേ? അങ്ങനെ രാജിവെപ്പിക്കണമെങ്കിൽ എന്നിട്ട് പോരെ രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കൽ? ഓക്കെ, ഇനി ഞാനിവിടെ മുകേഷിൻ്റെ ഈ ഒരു പ്രശ്നം ഒരു മുകേഷ് പീഡനക്കേസിൽ മുകേഷിനെതിരെ ഒരു ആരോപണം വന്ന സമയത്ത്, ആരോപണമല്ല, അത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. തെളിവ് സഹിതമാണ് പരാതിക്കാരി അവിടെ കോടതിക്ക് സമർപ്പിച്ചത്. ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെച്ച് തരാം. നിങ്ങളൊന്ന് ആ ന്യൂസിൻ്റെ ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ട് നോക്കാം. ഇവിടെ മുകേഷിനെതിരെ ഇവർ മൊഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകേഷിനെതിരെ അതിലിഞ്ഞ് രാഷ്ട്രീയ പ്രേരിതമായ നിലപാടാണ് എന്ന് പറയേണ്ടതില്ല. കാരണം ഇവർക്ക് മുകേഷുമായി രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും സമ്മർദ്ദത്തിലാണ് മുകേഷിനെതിരെ ഇവർ മൊഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകേഷിനെതിരെ മാത്രമല്ലെന്നേ, ബാക്കി ഇടവേള ബാബുവിനെതിരെയും അതോടൊപ്പം തന്നെ മണിയമ്പിള്ള രാജുവിനെതിരെയും ചന്ദ്രശേഖരനെതിരെയും ഒക്കെ ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട്. ചന്ദ്രശേഖരൻ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാക്കളിൽ ഒരാളാണ്, ലോയേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അപ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതം എന്ന ചോദ്യം ഇവിടെ ഉയരുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. പക്ഷേ CPM ഇപ്പോഴും അങ്ങനെ തന്നെ കരുതുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ MLA സ്ഥാനം രാജിവെക്കാനുള്ള ഒരു സമ്മർദ്ദം പോലും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടാകാത്തത്. ഘടകകക്ഷികളടക്കം, അവിടുത്തെ സ്ത്രീകളടക്കം, മുതിർന്ന നേതാക്കളടക്കം മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒന്നും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള മറുപടിക്കും തയ്യാറാകുന്നില്ല. മുകേഷ് ആകട്ടെ താനൊരു CPIM MLA ആയതുകൊണ്ട് മാത്രം തനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നു. കേട്ടല്ലോ, അത്രയും തെളിവുണ്ടായിട്ട് പോലും മുകേഷിനെ അന്ന് MLA സ്ഥാനത്ത്, അന്നുമല്ല ഇപ്പോഴും MLA തന്നെ, അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. അന്ന് മുകേഷിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? എന്തുകൊണ്ട് ഇത്രയും ആരോപണം വന്ന സമയത്ത് മുഖ്യമന്ത്രി പോലും അതിനെതിരെ ഒന്ന് ശബ്ദിക്കുക പോലും, ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്തില്ല? മിണ്ടാതെ മൗനം പാലിക്കുകയല്ലാതെ ചെയ്തല്ലാതെ ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. അപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടുള്ളൊരു പീഡനത്തിൽ ഏർപ്പെട്ട ആളുകൾ ഇപ്പോഴും ഭരണപക്ഷത്ത് MLA ആയിട്ടും മന്ത്രിമാരായിട്ടും ഇരിക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ വെറും ആരോപണത്തിൻ്റെ പേരിൽ മാത്രം രാഹുൽ എന്നൊരു വ്യക്തിയെ തകർക്കാൻ വേണ്ടി മാത്രം കെട്ടിച്ചമച്ചതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടം എവിടെയും രാജിവെക്കേണ്ട ഒരു കാര്യമില്ല. MLA സ്ഥാനത്ത് തുടരുക തന്നെ ചെയ്യണം. അത് ജനങ്ങളുടെ ഇങ്ങോട്ട് തീരുമാനമാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു MLA സ്ഥാനം കൊടുത്ത് ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച പാലക്കാടുകാർ പറയണം രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണോ, രാഹുലിനെ അയോഗ്യനാക്കണോ എന്ന് പാലക്കാടുകാരാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ അവിടെ ഇവിടെയും ഇരുന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള DK മണിയെ പോലുള്ള ആളുകളല്ല. ഓക്കെ, ഞാനിനി ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ ഈ കള്ളക്കേസിൽ കുടുക്കി ഈ പറഞ്ഞിട്ടുള്ള ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യനെ ഒരു ആരോപണം കൊണ്ടിട്ട് എത്രത്തോളം തകർക്കാവോ അത്രത്തോളം മാനസികമായിട്ട് തകർക്കാൻ നോക്കി. പക്ഷെ രാഹുൽ മാങ്കൂട്ടം തളരത്തില്ല. അതിനൊക്കെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം തമ്മിൽ 24 ന്യൂസിനകത്ത് വന്നിട്ടുള്ള തമ്മിൽ എന്നുള്ള പ്രോഗ്രാമിനകത്ത് ഒരു പ്രായമുള്ളൊരു വ്യക്തിക്ക് ഇതുപോലൊരു കള്ളക്കേസിനകത്ത് കുടുങ്ങി അനുഭവിച്ച ഒരു അനുഭവം ഞാൻ കാണുകയുണ്ടായി. അപ്പം ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു പാട്ട് ഞാൻ ഇവിടെ വയ്ക്കാം, ചെറിയൊരു ക്ലിപ്പ് തമ്മിലുള്ള. അതിനകത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഒരു മനുഷ്യനെയൊക്കെ, ഒരു വ്യക്തികളെയൊക്കെ ഇതുപോലെയാണല്ലോ ഓരോ ആരോപണങ്ങൾ കൊണ്ടിട്ട് തകർക്കുന്നത് എന്ന് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി. ഞാനങ്ങനെ ആ മനുഷ്യൻ്റെ ആ ഒരു കഥ അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ സെർച്ച് ചെയ്ത് അങ്ങനെ ആ മനുഷ്യൻ തന്നെ പറയുന്ന ആ ഒരു രംഗങ്ങളൊക്കെ എനിക്ക് കാണാനിടയുണ്ട്. ഞാൻ അതൊക്കെ ഇവിടെ വെച്ച് തരാം, നിങ്ങളത് കണ്ടു നോക്കും. ഇതുപോലെയാണ് ഓരോ വ്യക്തികളെയും തകർക്കുന്നത്. കള്ളക്കേസ് കൊണ്ടിട്ട് തകർത്ത് തരിപ്പണമാക്കാൻ അയാൾ നിൽക്കുന്ന ആ മേഖലയും അയാളുടെ ജീവിതവും ലൈഫും കുടുംബവും എല്ലാം തകർക്കുന്നത് ഇതുപോലെയാണെന്ന് നമുക്ക് ഇതിലൂടെ തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു കേസും കള്ളക്കേസിൽ കൊണ്ട് രാഹുലിനെ കൊടുക്കാൻ നോക്കിയത്. എന്തായാലും നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ഞാൻ ആദ്യം ആ ഒരു തമ്മിൽ വന്ന ആ ഒരു
ചെറിയൊരു ഭാഗത്തിൻ്റെ ഒരു ക്ലിപ്പ് ഞാനിവിടെ വയ്ക്കാം. ആലപ്പുഴയിലെ ഒരു പോക്സോ കേസിൽ ഒരു പ്രായം 78 വയസ്സുള്ള ഒരാള് 189 ദിവസം അകത്ത് കിടന്നു. ആ കേസ് ഞാൻ കള്ളക്കേസായിരുന്നു. അതായത് ആ കേസ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഞാൻ ഒരു ജയിൽ വിസിറ്റിന് ചെന്നപ്പം അദ്ദേഹം എല്ലാ ദിവസവും ഞാൻ ജയിൽ വിസിറ്റിന് മിക്കവാറും ചെല്ലുമ്പോൾ അദ്ദേഹം ജയിലിൽ വന്ന് കാണും. എന്നോട് സംസാരിക്കത്തില്ല. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് എന്നാണ്. അദ്ദേഹം ജയിലിൽ ഞാൻ ചെല്ലുമ്പോൾ വളരെ താടിയൊക്കെ വളർത്തി നിരന്തരം എന്നെ വന്ന് കാണും, സംസാരിക്കത്തില്ല, ഇത് കരച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് സാറേ ഞാൻ ഈ കുറ്റം ചെയ്തതല്ല, പക്ഷെ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ആരുമില്ല, ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു. അടുത്ത ദിവസം റിമാൻഡ് കിടക്കുക 259 ദിവസമായി. അപ്പൊ ഞാൻ ജാമ്യം കോടതി അനുവദിക്കുന്നില്ല, പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാനായിട്ടുള്ള നടപടി എടുത്തു. ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തു. കേസ് ട്രയലിൽ വന്നു. കേസ് വിസ്താരം തുടങ്ങി വന്ന സമയത്ത് ഈ കുട്ടിയെ ഞാൻ വിസ്തരിക്കുമ്പോൾ കുട്ടി പടപെടാന്ന് കോടതിയിൽ നിന്ന് കരയുക. സാർ പറഞ്ഞു എന്നെ ഇദ്ദേഹം പീഡിപ്പിച്ചിട്ടില്ല, ഞാൻ കോടതിയിൽ കള്ളത്തരം പറഞ്ഞതാണ്. കോടതിയിൽ നിന്ന് പറയാം കുട്ടി അങ്ങനെ പറഞ്ഞത്. അതാ അപ്പോഴാണ് എന്റെ കഥ വരുന്നത്. ഈ കുട്ടിയുടെ കാമുകൻ കുട്ടിയെ പീഡിപ്പിച്ചു. അതായത് കുട്ടിയും ഈ കാമുകനുമായി വേറൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇദ്ദേഹം കണ്ടു. അദ്ദേഹം അത് പറയുമെന്ന് പറഞ്ഞ് കുട്ടിയെ വഴക്ക് പറഞ്ഞു. അത് മറച്ചു വെക്കാനായി കാമുകൻ ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ്. അതായത് ഈ കുട്ടിയുടെ സ്കൂളിലെ അതെ, ഈ കുട്ടിയുടെ ആലപ്പുഴയിലെ ഒരു പ്രമുഖ സ്കൂളിലെ വാച്ചറയാണ്. ഈ കുട്ടിയുടെ വീടിനടുത്ത് തന്നെയാണ്. കണ്ടല്ലോ, ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിലാണ് ഈ വ്യക്തിയുടെ വീട്. ആലപ്പുഴക്കാരനാണ്. ഈ പുള്ളിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ കാമുകനുമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ബന്ധത്തിൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അയാൾ കാണുകയുണ്ടായി. അങ്ങനെ വീട്ടിൽ പറഞ്ഞു കൊടുക്കും എന്ന് ഉള്ളൊരു ഭയത്തിൽ ആ വ്യക്തിയുടെ പേരിൽ ആ കുട്ടിയെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല, ഇതിനൊക്കെ എന്താ വിളിക്കേണ്ടതെന്നൊരു പിടിയില്ല. കാരണം ആ പെൺകുട്ടിയുടെ കാമുകൻ എന്ന് പറയുന്ന അവൻ ഉൾപ്പെടെ ഇവർ രണ്ടും കൂടെ ചേർന്നിട്ട് ഈ വ്യക്തിയെ കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയും, വീട്ടുകാർ വഴക്ക് പറയും എന്നുള്ള പേടിയിൽ ഈ വ്യക്തി അവിടെ കൊടുക്കുവാണ്. കള്ളക്കേസിൽ കുടുക്കി 1 കൊല്ലം ജയിലിലിട്ട് നരകിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി. അയാളുടെ കുടുംബം, കുട്ടികൾ, അയാളെ ആ വ്യക്തി മാനസികമായിട്ട് എത്രത്തോളം പുള്ളി തകർന്നെന്ന് നമുക്കത് പറഞ്ഞറിയിക്കും. അത് അനുഭവിച്ചെടുക്കുക അതിൻ്റെ വേദന മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആ വ്യക്തിയെ, ആ അഡ്വക്കേറ്റ് അയാളുടെ ഈ പറഞ്ഞിട്ടുള്ള സത്യസന്ധത എല്ലാം മനസ്സിലാക്കി അയാൾ 1 രൂപ പോലും പൈസ മേടിക്കാതെയാണ് അയാളുടെ നിരപരാധിത്വം തെളിയിച്ച് അയാളെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ അഡ്വക്കേറ്റാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തേടിപ്പോയപ്പോഴത്തേക്ക് 24-നകത്ത് തന്നെ അതിൻ്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഞാനിതിവിടെ വെച്ച് തരാം. ആ വ്യക്തി തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ണ് നിറഞ്ഞു പോകും. ഒരാളെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് പോലും ആ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു മനുഷ്യൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് ആ മനുഷ്യൻ്റെ മനസ്സിലെ നന്മ. സാധാരണ ഒരു കള്ളക്കേസിലൊക്കെ കുടുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആ വ്യക്തിയോടൊക്കെ ദേഷ്യം തോന്നും. പക്ഷെ ഇപ്പോഴും ആ മനുഷ്യൻ, എന്നിട്ടും ആ മനുഷ്യന് എന്താണെന്ന് വെച്ചാൽ ആ കുടുംബത്തോട്, ആ കുട്ടിയോട് ഒരു ദേഷ്യവും ഇല്ലായിരുന്നു. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്, ഒരു കുടുംബമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കുടുംബത്തിനൊന്നും സംഭവിക്കില്ല, ആ കുടുംബത്തിനെ സഹായിക്കാനാണ് പിന്നെയും ആ മനുഷ്യൻ നിന്നിട്ടുള്ളത്. ആ കുടുംബത്തിന് വേണ്ടിയിട്ട് നല്ലത് പറഞ്ഞത് പ്രാർത്ഥിക്കാനാണ് ആ മനുഷ്യൻ ഇപ്പോഴും നിന്നിട്ടുള്ളതെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ ഒരു നന്മ നോക്കിക്കോണം. ഞാൻ അതും കൂടെ ഒന്ന് വെച്ച് തരാം. അപ്പോൾ ആ പുള്ളി തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ആലപ്പുഴയിലെ സ്വകാര്യ സ്കൂളിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു MJ ജോസഫ്. പെൺകുട്ടിയുടെ വീട്ടിലും ചെറിയ സഹായങ്ങൾ ചെയ്തിരുന്നു. വീട്ടിൽ വെച്ച് ജോസഫ് ഉപദ്രവിച്ചെന്നും ഗർഭിണിയാക്കിയെന്നും പെൺകുട്ടി പലരോടും പറഞ്ഞു. കള്ളക്കഥ പാട്ടായി. പോലീസ് കേസെടുത്തു. ജോസഫ് വിചാരണ തടവുകാരനായി 285 ദിവസം ഇരുമ്പഴിക്കുള്ളിൽ. പോലീസ് സ്റ്റേഷൻ കിടന്ന ആദ്യം, ജയിലിൽ ചെല്ലുന്ന ആദ്യം. പിന്നെ ജയിലിൽ നിന്ന് മറ്റുള്ള ദുരനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. എങ്കിലും സൂര്യൻ്റെ കാണാൻ പറ്റത്തില്ല, ട്യൂബിൻ്റെ വെളിച്ചവും ഫാനിൻ്റെ കാറ്റും. പിന്നെ കുറച്ച് തടവ് വരും. വെളിച്ചം കാണുന്ന എന്നെ കുറ്റപത്രം വായിക്കാണ്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അന്നൊന്ന് കണ്ട്. അത് കഴിഞ്ഞാൽ കാണുന്ന ജൂലൈ 26 കഴിഞ്ഞ ജൂലൈ 26 2 വർഷം ജാമ്യത്തിൽ ഇറങ്ങിയിട്ട്. ആൺസുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് അറിഞ്ഞതോടെ പെൺകുട്ടിയെ താക്കീത് ചെയ്തു. ഈ ബന്ധം പുറത്തു വരാതിരിക്കാനാണ് പെൺകുട്ടി നിരപരാധിയായ ജോസഫിനെതിരെ മൊഴി നൽകിയത്. ഇരുമ്പഴിക്കുള്ളിൽ ജോസഫിന്റെ ഉറക്കം കെടുത്തിയത് സ്വന്തം വീടിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഒപ്പം നിറകണ്ണുകളോടെ ഒരു കാര്യം കൂടി ജോസഫ് പറഞ്ഞു. എൻ്റെ മക്കളെയൊക്കെ വലിയ കാര്യം ഇതിനെക്കുറിച്ച്. അവരെയൊന്നും സ്നേഹിച്ച് കൊതി തീർന്നില്ല. എനിക്കിപ്പോൾ ഇത് നിങ്ങളെയൊക്കെ മുമ്പ് ഫേസ് ചെയ്യാൻ തന്നെ ഞാൻ മറന്നിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. എനിക്കതുകൊണ്ട് ഞാൻ ജയിലിലേക്ക് ഇന്നലെ പോലും ആ കുടുംബത്തെ വേണ്ടി പ്രാർത്ഥിച്ചു. കാറ്റും മഴയൊക്കെ വരുമ്പം അവർക്ക് ആരുമില്ലാത്ത എന്നെ ചോദിച്ചാൽ തന്നെയും അവർക്ക് ആപത്ത് വരല്ലേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഒരു ജയിൽവാസം എനിക്ക് ഉണ്ടായിരുന്നിരിക്കാം. എന്താ അല്ലേ, ഇതേപോലെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെയും തകർക്കാൻ നോക്കുന്ന ആ അമ്മയുടെയൊക്കെ രാഹുലിൻ്റെ അമ്മയുടെയൊക്കെ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ അമ്മ മാത്രമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ അമ്മയും പിന്നെ സഹോദരിയും എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ഇങ്ങനെ പുറമേ നടന്ന് വേട്ടയാടുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ആ അമ്മയ്ക്കൊക്കെ
അമ്മയുടെയൊക്കെ മാനസികാവസ്ഥയിൽ നിന്ന് ആലോചിച്ച് നോക്കി. അതാ ഞാൻ പറഞ്ഞത്, അമ്മയുടെയൊക്കെ കണ്ണീരുണ്ടല്ലോ, കണ്ണീരിൻ്റെ വില അത് പറഞ്ഞേ പറ്റൂ. ആരൊക്കെയാണോ ആ വ്യക്തിയെ തകർക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ തകർത്തു കുഴപ്പമില്ല, രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെയുള്ള തകർച്ചയും ഉയർച്ചയൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതുപോലെ ഒരു ക്രൂരമായിട്ട് ഒരു മനുഷ്യൻ്റെ പുറമേ നടന്ന് വേട്ടയാടി ആ മനുഷ്യനെ എന്നുവെച്ചാൽ കൊല്ലുന്നതിന് തുല്യം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ അത്രയും മൃഗീയമായിട്ട് പുറമേ നടന്ന് അതിനോട് എനിക്ക് യോജിപ്പില്ല. രാഷ്ട്രീയവും എല്ലാം ആവാം, രാഷ്ട്രീയത്തിൽ ഉയർച്ചയും തളർച്ചയൊക്കെ അത് സ്വാഭാവികമാണ്. അത് എല്ലാത്തിലും, ബിസിനസ് ആയാലും അങ്ങനെ തന്നെ. പക്ഷേ ഒരാളെ മനഃപൂർവ്വം അയാളെ ഉപദ്രവിക്കാനായിട്ട് അയാളെ പുറകെ പോയി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല.